ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ക്ലേ ഉണ്ടാക്കാൻ പോവാണ്. നല്ല അരിപ്പൊടീൻ്റെ മണമുള്ള ക്ലേ ആണ് കേട്ടോ. ഏത് പൊടീൻ്റെ കളർ മണം കിട്ടാൻ പറ്റും നമുക്ക്. ഗോതമ്പ് പൊടി, അങ്ങനെ ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. ഇത് നല്ല ക്ലേ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്ലൈം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ അത് സ്ലൈമേനു. അവർക്ക് കിട്ടിയത് നല്ല വൃത്തിയുള്ള സ്ലൈമാണ്. അതെൻ്റെ കളറിൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല. ഞാൻ കളർ ചെയ്തത് വാട്ടർ കളർ കൊണ്ടാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഈ പേസ്റ്റാണ് യൂസ് ചെയ്തത്. അപ്പം ഇത് നല്ല ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ് ബിക്കോസ് ഈ ക്ലേ നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി നമ്മൾ എടുക്കുക, ഇത് 2 ഇൻഗ്രീഡിയൻറ്റ് ക്ലേ ആണ് പിന്നെ കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. വായോ. ഫസ്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി അല്ലെങ്കിൽ ഏത് പൊടി, ഗോതമ്പ് പൊടി, ഫ്ലവർ, എനി കൈൻഡ് ആയിട്ടുള്ള ഫ്ലവറാണ് വേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ വെള്ളമാണ് ഏറ്റവും മെയിനായിട്ടുള്ള സാധനം. കളർ ചെയ്ത വെള്ളമാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഞാൻ വാട്ടർ കളറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുക്കൂലേ, ആ മുക്കുന്ന വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ നല്ലോണം ചേരും. അതാണ് ഞാൻ ഈ ക്ലേ കാണിച്ചു തന്നത്. ഈ ക്ലേ നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ കാണാൻ. ചിലപ്പോൾ വീഡിയോയിൽ രസം ഉണ്ടാവില്ല, എനിക്കറിയില്ല കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ലെറ്റ്സ് ടേക്ക് എ ബൗൾ. ഞാൻ ഇതാക്കുമ്പോൾ യൂസ് ചെയ്ത ഇത് തന്നെയാണ് ഇത്. അഥവാ നിങ്ങൾ ഭയങ്കരമായിട്ട് അലിഞ്ഞു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്ലോർ ഇടണം കേട്ടോ. അതുകൊണ്ട് ഫ്ലോർ ഇടുമ്പോൾ ഞാൻ കുറേ ഫ്ലോർ എടുത്തു പോയി, അതുകൊണ്ട് അത് കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇപ്പോൾ ബാക്കി വന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അവരിടുന്നതിൽ ഉപ്പും ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ എനിക്ക് ഉപ്പിട്ടിട്ട് വലിയ സുഖമൊന്നും തോന്നിയിട്ടില്ല. നല്ല വെള്ളം എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഡിബിൾ സ്ലൈം ആക്കാൻ പറ്റും കേട്ടോ, വേണമെങ്കിൽ തിന്നാം. അപ്പം നമ്മൾ ഫസ്റ്റ് കുറച്ച് ഇത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഫുള്ളൊന്നും ഒഴിക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള അരിപ്പൊടി മുഴുവനായിട്ടും അങ്ങ് വിതറി കൊടുക്കുക. ഫുള്ള് വിതറിയാൽ അത്രയും നല്ല രസം ഉണ്ടാവും. എൻ്റെ കുറച്ച് മറിഞ്ഞു പോയതാരും കണ്ടില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുത്താൽ ഒരു രസം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാനിപ്പം തന്നെ ഇങ്ങനെ പറയുന്നത്. സോ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഈ അരിപ്പൊടി ഫുള്ളായിട്ട് അങ്ങ് വിതറി കൊടുക്കണം. വെള്ളം കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം. അല്ല, വെള്ളം അഥവാ കൂടിപ്പോയി കുറച്ചും കൂടി അരിപ്പൊടി എടുത്തിട്ടാൽ മതി കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി എടുത്തിടുവാന്നേ. സോ ഞാനിതിൽ മിക്സ് ചെയ്യാനൊരു സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് പുറത്തിടുവാന്നേ ചെയ്യുന്നു. പുറത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് ഏകദേശം നല്ലോണം സോഫ്റ്റായൊരു മെറ്റീരിയലായിട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതിന് ഹാർഡാവാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട്. അരിപ്പൊടി എത്ര ഇടുന്നോ അത്രയും സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആവും. പിന്നെ ഇടയ്ക്ക് നല്ലോണം ഹാർഡ് ആവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇടുക. അരിപ്പൊടി ഇട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഒരു ക്ലേ പോലത്തെ രൂപത്തിൽ ഇങ്ങനെ കിട്ടും നമുക്കെന്തായാലും. അഥവാ വെള്ളം കുറഞ്ഞു പോയി എന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഇട്ടാൽ മതി കേട്ടോ. നേരത്തെ എനിക്ക് വെള്ളം കൂടിയിട്ട് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. അത് പായസം പോലെയായിരുന്നു കേട്ടോ ഉണ്ടായിന്. എനിക്ക് മാത്രമേ ആ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സോ നിങ്ങളെന്തായാലും ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. വെള്ളം ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. ഇത് ഈ അരിപ്പൊടി കൂടിപ്പോയാലും വെള്ളം കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. അരിപ്പൊടി കൂടിയാലും നമുക്ക് കുറച്ചും കൂടി ഒരു വെള്ളം ഇടാൻ പറ്റും. പക്ഷെ വെള്ളം കൂടിപ്പോയാൽ അരിപ്പൊടി ഇടലെല്ലാം പണിയാണ്. വെള്ളം പിന്നെ നിങ്ങൾ വീട്ടിൽ ഫ്രീ ആണല്ലോ, കുറേ ഉണ്ടാവില്ലേ, അതുകൊണ്ട്. സോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതേപോലെ ഒരു ക്ലേൻ്റെ ടെക്സ്ചർ കിട്ടും. ഇതേപോലത്തെ ഒരു ടെക്സ്ചറാണ് കിട്ടുക. പിന്നെ ഞാൻ ഇന്ന് മുതൽ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട്. ഞാൻ ഈ ക്ലേ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ
ഫസ്റ്റ് ലെറ്റർ അല്ല, നിങ്ങളുടെ വലിയ പേരാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഫോർ ഇത് എടുക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് മുഴുവനായിട്ട് ഇടും. ചെറിയ പേരാണെങ്കിൽ ലൈക്ക് ശ്രീലക്ഷ്മി പോലത്തെ വലിയ പേരാണെങ്കിൽ ഞാൻ SREE ശ്രീന്നേ ഇടുള്ളൂ. ശ്രീലക്ഷ്മി ഞാൻ എക്സാമ്പിൾ എടുത്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. സോ നിങ്ങളുടെ നിക് നെയിം കൂടുതലായിട്ടും ഇതേപോലത്തെ വലിയ പേരുണ്ടാകുന്നവർ നിക് നെയിം എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ നിക് നെയിം അമ്മു ആണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ വീഡിയോസൊക്കെ കണ്ടാലാണ് അമ്മൂന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേര് ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും അമ്മൂന്ന്. അമ്മു ഒരു ഏകദേശം നല്ല കോമൺ ആയിട്ടുള്ള പേരാണ്. അതുകൊണ്ട് അമ്മു എല്ലാവരും ഇടുന്നൊരു പേരാണ്. സോ നമ്മുടെ ക്ലിയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടാം ലോങ് വീഡിയോ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ലോങ് വീഡിയോ ആണോ ഷോർട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മിക്കവാറും ഷോർട്ട്സ് ആയിട്ടാണ് വരുക നിങ്ങളുടെ അടുത്ത്. ബിക്കോസ് ഞാനിവിടെ ക്യാമറയിലാണ് എടുക്കുന്നത്, എന്നിട്ട് ഇത് യൂട്യൂബിലോട്ട് ഷെയർ ചെയ്യുക. അപ്പം മിക്കവാറും ഇത് ഷോർട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ യൂട്യൂബിലെ ക്യാമറ അധികം യൂസ് ചെയ്യാറില്ല. ഫിൽറ്റേഴ്സൊക്കെ ഇട്ടുമ്പോൾ അവരുടെ ഇതെല്ലാം ഇല്ലേ, ഈ യൂട്യൂബിലെ ക്യാമറയിൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് മാത്രമാണ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ക്യാമറ യൂസ് ചെയ്യാറ്. അപ്പം നമ്മുടെ ക്ലിയർ റെഡി ആയി കേട്ടോ. അപ്പം നമുക്ക് ഇനി വേണമെങ്കിൽ കളർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ള കളർ ക്ലേ തന്നെ എടുക്കാം, വേണമെങ്കിൽ തിന്നാം. ഇപ്പം തിന്നണ്ട, കളർ ചെയ്താൽ നല്ല രസമുണ്ടാവും. നിങ്ങൾ തിന്നാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ തിന്നാന്ന് വെച്ചിട്ട് ഇത് തിന്നെന്നും പറഞ്ഞിട്ട് ആരും തിന്നിട്ട് വയറിളക്കം പിടിച്ച് ചത്തുന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണ്ട. സോ നിങ്ങൾ തിന്നാനേ നിൽക്കണ്ട, ഇത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് വയറിളക്കം പിടിക്കാം. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇത് നൂൽപുട്ടാക്കുന്ന അതേ ടെക്സ്ചറാണ്. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടെക്സ്ചർ കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊക്കെ തൊടുമ്പോണ്ടല്ലൊരു ഒരു നല്ല നല്ല തണുത്ത ഒരു സംഭവം കിട്ടും കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ പേര്, ഞാൻ ഫസ്റ്റ് പേര് ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ ക്ലേ യൂസ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഞാൻ ഈ ക്ലേയും ആ ക്ലേയും മിക്സ് ചെയ്തിട്ട് പിന്നെയും ഈ ക്ലേ ആ കളറിൽ അടിച്ചിട്ട് വീണ്ടും അതും മിക്സ് ചെയ്തിട്ട് ആക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതെന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ, അതെന്ന് പറയുന്ന സാധനം അതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്ന പേര് അമ്മു എന്നാണ്. ബിക്കോസ് ഈ പദ്ധതി നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അമ്മു എന്നാക്കുന്നതാണ്, എഴുതുന്നതാണ്. അമ്മൂന്ന് എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ വൈറ്റ് ക്ലേ ആയതുകൊണ്ട് നിങ്ങൾക്കൊന്നും കാണത്തില്ല, അതുകൊണ്ട് ഞാനിത് കുറച്ചും കൂടി ഡാർക്കായിട്ട് എഴുതി കാണിച്ചു തരാം. അമ്മൂന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല സാധനമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ദോശമാവ് ഉണ്ടാക്കാൻ ഒരു പൊടിയിൽ നിന്നായിരിക്കില്ലേ ഉണ്ടാക്കുന്നത്. അതേപോലെ എന്തായാലും നമുക്കിത് ഈസി ആയിട്ട് ആക്കാൻ പറ്റും. നെയ് റോസ്റ്റെല്ലാം ആക്കുമ്പോൾ ഒരു സാധനം ആക്കുമല്ലോ നമ്മൾ, ഇഡ്ഡലി എല്ലാം ആക്കുന്ന മാവ്, ആ മാവ് ആക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടാക്കുമ്പോൾ അത് മാവായി മാറും. പക്ഷെങ്കിൽ വെള്ളം ഒഴിക്കാണ്ടാക്കുക, ഒഴിക്കാതെ ഒട്ടും ഒഴിക്കാണ്ട് മിക്സിയിലിട്ട് അരച്ചാൽ ചിലപ്പം പൊടി കിട്ടും. ആ പൊടിയായിരിക്കും നിങ്ങൾ ക്ലേ ആക്കി മാറ്റാൻ പറ്റും. ആ പൊടിയിൽ വെള്ളം ഒഴിച്ചാൽ ക്ലേ ആക്കി മാറ്റാൻ പറ്റും. സോ എനി കൈൻഡ് ആയിട്ടുള്ള ഇത് എടുക്കാൻ പറ്റും. അയ്യോ 10 മിനിറ്റ് ആയല്ലേ ഇത്. ഇനി നിങ്ങളെ വേർപ്പിക്കുന്നില്ല. അപ്പം ബൈ, മസ്റ്റ് ട്രൈ ആന്ന് മറക്കല്ലേ.